വെൽക്കം ബാക്ക് ടു ഋഷ. സോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ രണ്ട് വണ്ടികളാണ്, ക്രച്ച പിന്നെ താറ്. അപ്പം നമുക്ക് താറെന്ന് വെച്ചാൽ ഇതിന് 1.5 ലിറ്റർ എഞ്ചിനാണ്. ഇതിന് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇത് റിയർ വീൽ ഡ്രൈവാണ്. ഇതിന് 1497 cc-യും 300 Nm ടോർക്കും 117 ഹോഴ്സ് പവറാണ് ഇതിന് വരുന്നത്. ഫ്യൂൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഓക്കെ ഫ്യൂൽ എഫിഷ്യൻസിയാണ്, അല്ലാണ്ട് ഭയങ്കരമായിട്ട് കിട്ടുമൊന്നുമില്ല. ഇതിൽ മേടിക്കുമ്പോൾ പറഞ്ഞ 18 കിലോമീറ്റർ എന്നാണ്, പക്ഷേ ഞങ്ങൾക്കിപ്പോൾ കിട്ടാറ് എത്ര 15 10 അത്രയൊക്കെ കിട്ടാറുള്ളൂ. 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്, മാനുവലാണ്. പിന്നെ ട്രാക്ഷൻ ഓഫും പിന്നെ ഹിൽ എൻഗേജ് ഒക്കെ ഉണ്ട് ഇതിന്. പിന്നെയെന്ന് വെച്ചാൽ ബാക്കിൽ ആംബ്രസൊക്കെ ഞങ്ങൾ വെപ്പിച്ച, ഇൻറ്റീരിയറൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. ഇത് 2025 മോഡലാണ്. ഇത് G-Wagonൻ്റെ AC1s ആണ് ഞങ്ങൾ വെച്ചത്, G-Wagon സെല്ലിന്. പിന്നെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്, ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, വോയിസ് കമാൻഡ് ഉണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ ഹോം ബട്ടൺ ഞെക്കിയിട്ട് ഞങ്ങൾക്ക് ലാറ്റിറ്റ്യൂഡിൻ്റെ എന്നൊക്കെ കിട്ടും. പിന്നെന്ന് വെച്ചാൽ നല്ല വണ്ടിയാണ്, പക്ഷെ കയറാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. സൈഡിൽ താറിന് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഇതിൽ വെച്ചേ കയറാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഞാൻ കയറാൻ നോക്കിയാൽ ഇച്ചിരി ടൈം എടുക്കും. പിന്നെ ഇവിടെ താറിൻ്റെ സീരിയൽ നമ്പറും മോഡലും മഹീന്ദ്ര ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ചെറിയൊരു ഡെക്കറേഷൻസും ബാക്കിലും ഉണ്ട് ചെറുതായിട്ട്. മൊത്തത്തിൽ എനിക്ക് വണ്ടി ഇഷ്ടം വെച്ചാൽ ഒരു ബാച്ചിലേഴ്സ് കാർ, അല്ലാണ്ട് ഫാമിലിക്ക് കൊണ്ടു നടക്കാൻ വെച്ച വണ്ടിക്കല്ല. ആൾക്കാർ കയറുകയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങോട്ടേയും പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു ക്രച്ച ഒരു വെന്യൂ ഒരു താറും. വെന്യൂവിലും ക്രച്ചയിലൊക്കെ ആയിരിക്കും ആൾക്കാർ കയറുക. താറിൽ ഞങ്ങൾ ആണുങ്ങളും അങ്കിൾമാരും ഒക്കെ കയറാറുള്ളൂ, വാപ്പയും. ആയതുകൊണ്ട് ഇത്രയെങ്കിലും മൈലേജ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ല. പിന്നെ ഇത് ഞങ്ങൾ ഡിമാർഷലിനാണ് ചെയ്തത്. ഞങ്ങളുടെ 3 വണ്ടികളും ഡിമാർഷലിനാണ് ഞങ്ങൾ ഇൻറ്റീരിയർ ഇതൊക്കെ ചെയ്തത്. ഇതൊക്കെ ഞങ്ങൾ ബ്ലാക്ക് അടിപ്പിച്ചതാണ്. ഇനി അടുത്തതാണ് ഹ്യുണ്ടായി ക്രെറ്റ. ഇതിനും 1.5 ലിറ്റർ ഡീസലാണ്. ഇതാ ഡിമാർഷലിൻ്റെ ലോഗോ. ഇതിന് 113 bhp-യും 248 ടോർക്കുമാണ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ നൈസ് വണ്ടിയാണ്, എനിക്കിഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിലൊക്കെ ഇഷ്ടം ക്രച്ചാണ്. ഇൻറ്റീരിയറൊക്കെ ഞങ്ങൾ ചെയ്യിപ്പിച്ചതാണ് ഒരുമിച്ച് തരണ്ടേക്ക്. ഇത് 2025 മോഡലാട്ടോ ആണ് സംഭവം. പിന്നെ അടുത്തതാണ്, പിന്നെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് റാംഗ്ലറിൻ്റെ ഗ്രില്ലാണ് ഞങ്ങൾ വെച്ചത്, റാംഗ്ലർ ഷേപ്പിലുള്ള. അടുത്താണ് ക്രച്ച. ഇതും നേരത്തെ 1.5 ലിറ്ററൊക്കെ ആണ്. ഈ അല ഞങ്ങൾ സ്റ്റോക്ക് വെച്ചാൽ കേട്ടോ. ഇത് ശരിക്കും ബേസ് മോഡൽ ക്രച്ചാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഞങ്ങൾ ഇതാ ചെയ്യിപ്പിച്ചത്. ഇതാണ് കേട്ടോ കീ വരുന്നത്. ഇത് 2022 മോഡലാണ്. ഇൻറ്റീരിയറൊക്കെ ഞങ്ങൾ ഡിമാർഷൽസിൽ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. ഇത് ഒക്കെ പെർഫാമാന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അമാന ടൊയോട്ടേൻ്റെ അടുത്ത്, കോഴിക്കോടിൻ്റെ അതിൽ ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലം. അവിടെ നിന്നാണ് ഇത് ഇൻവോൾവ് വണ്. നജീബ് റഹ്മാൻ്റെ കണ്ട് ഞങ്ങൾ മേടിച്ചാൽ നല്ല പ്രോഡക്റ്റ് കേട്ടോ. പിന്നെ SX-ലും ഇതിലും വരുന്നത് ഒരേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. മറ്റേതിൽ ടോപ്പ് എൻഡ് വേരിയൻസിലാണ് ഇത് മറ്റേ ഫുൾ ഡിജിറ്റൽ വരുന്നത്. പിന്നെ ഇതും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടാണ്. ഇതും ഡീസലാണ് കേട്ടോ. ഇത് ഭയങ്കര ബൂട്ട് സ്പേസാണ് ഇതിന്, നല്ല കംഫർട്ടബിൾ ഫാമിലി കാറാണ്. പ്രാക്ടിക്കാലിറ്റി ഉണ്ട്, പക്ഷെ താറിനൊന്നും ഇതുപോലെ പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞ സാധനമല്ല, ഭയങ്കര പ്രാക്ടിക്കലല്ല താറൊന്നും. ഇത് കാലിപ്പറൊക്കെ ഞങ്ങൾ പെർഫോമൻസ് അടുപ്പിച്ചതാണ്, സംഭവം ലുക്കാ. പിന്നെ താറിലെനിക്ക് ഒന്നാമത് ഇതിൽ ബാക്ക് സീറ്റിൽ കയറുന്നതും പിന്നെ എൻ്റെ ബൂട്ട് സ്പേസ് നോക്കിയാൽ കുറച്ചിട്ടാ ഞാൻ അൺലോക്ക് ചെയ്തിടാം. ഇതിൻ്റെ ബൂട്ട് സ്പേസാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തത്.
പക്ഷേ ഇതെന്ന് വെച്ചാൽ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ബാക്ക് കയറി ഇരിക്കാം. പിന്നെ അതാ ഇവിടെ ഒരു ഇലേൻ്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അല്ല, ട്രിപ്പൊക്കെ പോകുമ്പോൾ ബാക്കിലിരിക്കാം. പിന്നെ ബാക്ക് കയറുന്നത് അതൊരു പണിയാണ്. ഞാൻ കാണിച്ചുതരാം. ഇതിങ്ങനെ ആക്കി ഈ ഒരു ലിവർ പോലത്തെ ഒരു സാധനം ഉണ്ട് ഇവിടെ. അത് ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കണം. ലോങ്ങൊക്കെ പോകണമെങ്കിൽ നടുപൊളി. ഞാൻ ഇതിൽ കൊണ്ട് കൊച്ചിയിൽ ബാക്ക് സീറ്റിലിരുന്നു. എൻ്റെ ഫാദറിനെ ഞങ്ങൾ പറഞ്ഞു ഇവിടെ നോട്ട് പ്രാക്ടിക്കൽ. പക്ഷെ നോക്കുമ്പോൾ പിന്നെ താർന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു റാംഗ്ലർ ഫീലാണ് കിട്ടാറ്. 2012 റാംഗ്ലർ ഉണ്ട്, 3 ഡോർ റാംഗ്ലർ. അതുപോലെ മൊത്തത്തിൽ വണ്ടി നൈസാണ്, പക്ഷെ പ്രാക്ടിക്കൽ അല്ല. അത് ഞാൻ ആദ്യം പറയാം. വെന്യൂ ഇപ്പോൾ ഇവിടെ ഇല്ല, അത് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇതിൽ രണ്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടമായ വണ്ടി ഏതാ? അത് നിങ്ങൾ പറയണം. പിന്നെ ഇതൊക്കെ ഞങ്ങൾ ബ്ലാക്ക് അടുപ്പിച്ച് കൊടുത്താൽ. പിന്നെ ഒരു വീഡിയോ വരുന്നേക്കും. ബൈ. വെന്യൂ നമ്മൾ വേറെ വീഡിയോ ചെയ്യണേക്കും.